ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോയ് ബേബി, അതുപോലെ തന്നെ ഈ മീറ്റിംഗിലേക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത് പ്രിയപ്പെട്ട മേരി ആന്റിയാണ്. അതേപോലെ തന്നെ ഈ മീറ്റിംഗിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്നെ തന്നെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫേബ എബ്രഹാം. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന നാട്ടിലെ പത്തനംതിട്ട എന്ന ജില്ലയാണ് എൻ്റെ സ്വദേശം. അതുപോലെ ഞാൻ ട്രിവാൻഡ്രത്താണ്, എൻ്റെ BSc നഴ്സിംഗ് ട്രിവാൻഡ്രത്താണ് ചെയ്തത്. അതിനുശേഷം ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. അതിന് ഒരു വെയിറ്റിംഗ് പീരീഡ് ആണ് എനിക്കിപ്പം. എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി അതിൻ്റെ സർട്ടിഫിക്കേഷനും അതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് ഇപ്രകാരം എനിക്ക് ഈ ശുശ്രൂഷകളും ദൈവത്തിന്റെ ദയയാൽ, ദൈവത്തിന്റെ കരുണയൊന്ന് മാത്രമാണ്, നമ്മുടെ മിടുക്കോ കഴിവോ ഒന്നുമല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നമ്മുടെ നാവിന്റെ മേലൊന്ന് പറയുവാൻ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ഒരു സമയത്ത് കർത്താവ് അതിനു വേണ്ടി എനിക്ക് ടൈം വേർതിരിച്ചു തന്നത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഇത് കർത്താവ് തന്ന സമയമാ. ഇത് നമ്മുടെ കണക്ക് കൂട്ടലുകളാൽ ഹല്ലേലൂയ ഉണ്ടായ സമയമല്ല. കർത്താവിന്റെ ദയ കൊണ്ട് കർത്താവ് നൽകി തന്ന സമയമാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രത്യേകാൽ ദൈവമക്കളൊക്കെയും ഓർക്കുമ്പോഴൊക്കെയും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വചനത്തിന്റെ അടുക്കിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അല്പസമയം കർത്താവിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആഴമായി നമ്മുടെ മേൽ പതിയേണ്ടതിന് ഈ വചനം കേട്ടിട്ട് നാം അടങ്ങിയിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഒരുപാട് സൂം മീറ്റിംഗിൽ നാം ഓരോ ദിവസവും ജോയിൻ ചെയ്യുന്നവരാ. പക്ഷെ നമ്മുടെ പാർട്ടിസിപ്പേഷൻ അവിടെ കാണും. പക്ഷെ ദൈവവും നാമും തമ്മിലുള്ള ആ ബന്ധം, ആ കണക്ഷൻ, ഹല്ലേലൂയ, അത് ആ കർത്താവുമായിട്ട് നമ്മൾ നിൽക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ക്രിയ വന്നാൽ മാത്രമേ നമുക്ക് വചനത്തോട് റെസ്പോൺസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഇന്നിവിടെ നാം വായിച്ചു കേൾക്കുന്ന ഓരോ തിരുവചനവും അത് നമ്മൾ നമ്മുടെ അകത്തേക്ക് റിസീവ് ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന അത്ഭുതങ്ങള്, അടയാളങ്ങള്, രോഗസൗഖ്യങ്ങള്, കർത്താവിൽ നിന്ന് ലഭിക്കുന്ന ആ രക്ഷയുടെ ധ്വനി, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അത് പ്രാവർത്തികമാകട്ടെ. കർത്താവിന്റെ കൃപയാൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എനിക്ക് നൽകി തന്ന ഒരു വചനമാണ്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനങ്ങൾ 71 അതിന്റെ 7 ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ, ഇനി ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേർക്ക് വ്യക്തമായി പറയാൻ പറ്റും ഞാൻ ഇന്ന് പലരുടെയും മുമ്പിൽ ഒരു അത്ഭുതമാണെന്ന്? ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വചനം നമ്മോട് പറയുകയാണ്. ദാവീദാണ് ഈ 70 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ തലക്കെട്ട് തന്നെ ദാവീദിന്റെ ഒരു ജ്ഞാപക സങ്കീർത്തനമാണ്. അപ്പോൾ 71 സങ്കീർത്തനത്തിൽ ഇപ്രകാരം 7 ഇപ്രകാരം പറയുകയാണ്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, ഞാൻ എന്നെ പറ്റി തന്നെ എൻ്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു കാര്യം പറയാം. ഞാൻ ജനിച്ച സമയത്ത് എനിക്ക് ജീവനില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ജീവനില്ലാത്ത അവസ്ഥയിൽ ഞാനായിരുന്നു. ലോകം മുഴുവൻ പറഞ്ഞു, മെഡിക്കൽ സയൻസ് പറഞ്ഞു, ഇവൾ ഇനിയും ജീവിക്കത്തില്ല, ഹല്ലേലൂയ, ഇവളെ കൊണ്ട് ഇനിയും ഹല്ലേലൂയ ഒന്നും ചെയ്യാൻ, കാരണം ജീവനില്ലാത്ത ഒരു കുഞ്ഞിനെ എപ്രകാരം വളർത്താൻ പറ്റത്തില്ല. പക്ഷേ ഹല്ലേലൂയ, ജീവനില്ലാത്ത സ്ഥാനത്ത് കർത്താവ് ജീവൻ തന്നാണ് എന്നെ ഹല്ലേലൂയ തിരിച്ച് ഈ ലോകത്തിലേക്ക് വിട്ടത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വചനം വായിക്കുമ്പോൾ, ഈ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് ഒരു കാര്യം പറയാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലർക്കും ഇന്നൊരു അത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഓരോരുത്തരെയും കാണുമ്പോൾ പലരും ആ പണ്ടത്തെ കാര്യങ്ങളെ പറ്റി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരും. കാരണം എന്താണെന്നറിയാമോ? അത് അവർക്ക് ഒരുപാട് മറക്കാൻ പറ്റുന്ന കാര്യമല്ല. ഏത് മനുഷ്യനും ഇന്ന് എന്നെ കാണുമ്പോൾ എന്നോട് പറയുന്ന ഒരു കാര്യമാ, നീ ജനിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു, നിനക്ക് ജീവനില്ലായിരുന്നു, നിന്റെ ഭവനത്തിലുള്ളവരൊക്കെ എന്തുമാത്രം നിനക്ക് വേണ്ടി വിഷമിച്ചു, എത്രത്തോളം നിന്നെ ഓർത്തു കരഞ്ഞു. ഹല്ലേലൂയ. ജീവൻ അറ്റുപോയ ശരീരത്തിന്റെ മേൽ കർത്താവിന്റെ ജീവൻ വ്യാപിച്ചപ്പോൾ ഇന്ന് ജീവനുള്ള ദൈവത്തെ ഹല്ലേലൂയ വിളിച്ചപേക്ഷിക്കുവാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് എന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അയച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ വിശ്വസ്തയോടെ, വ്യക്തമായി, വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയുന്ന ഒരു വാക്കാ, ഹല്ലേലൂയ, ഞാൻ പലർക്കും ഒരു അത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം എന്നെ അത്ഭുതമാക്കിയത് എൻ്റെ കർത്താവാ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നമ്മളെ ഒരു അത്ഭുതമാക്കി മാറ്റിയിരിക്കുക. നമ്മുടെ മിടുക്കം കൊണ്ടാണോ, നമ്മുടെ കഴിവും കൊണ്ടാണോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ മിടുക്ക് കൊണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മഹത്വം കൊണ്ടോ ഒന്നുമല്ല. കർത്താവിന്റെ കരം നമ്മുടെ മേൽ വ്യാപിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ബലഹീനതകൾ മാറും. ഹല്ലേലൂയ. ജീവനില്ലായ്മ മാറും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ രോഗങ്ങൾ മാറും. കർത്താവിന്റെ നാമത്തിന്റെ
അഭിഷേകത്തിന്റെ ശക്തിയാൽ നമ്മൾ വിളിച്ചു പറയും ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ പലർക്കും ഒരു അത്ഭുതമാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദാവീദിനെ പറ്റി പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദാവീദിനെ പറ്റി ഒരു കാര്യം 2 ശമൂവേൽ 23-1 ദാവീദിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ മധുര ഗായകൻ എന്ന. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണെന്നറിയും ഇത്രമാത്രം പാട്ടുകൾ ദൈവത്തിന് വേണ്ടി പാടുവാൻ, കർത്താവിനോട് അടുത്ത് ചെല്ലുവാൻ കഴിഞ്ഞ എന്താണെന്നറിയാമോ? അദ്ദേഹവും ദൈവവും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ദൃഢതയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മളെ കർത്താവ് തന്റെ അഭിഷേകത്താൽ നിറച്ച്, കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മെ നിറച്ച്, കർത്താവിന് വേണ്ടി കർത്താവ് നമ്മെ വേർതിരിച്ചാക്കി വച്ചിരിക്കുമ്പോൾ ദൈവമക്കളെ, നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ നമ്മൾ മടിക്കല്ലേ. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും നിലനിൽപ്പാൻ നമ്മൾ മടിക്കരുത്. കാരണം കർത്താവിന്റെ കരം നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. ഇതിലിരിക്കുന്ന എനിക്കറിയാം, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇരിക്കുന്ന ഡിവൈസിനകത്ത് തന്നെ വെറുതെ അല്ല കർത്താവ് എനിക്ക് ഈ വചനം തന്നത് കേട്ടോ. ഹല്ലേലൂയ. പലരും ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തെ തന്നെ എടുത്തു നോക്കിയാൽ നിങ്ങൾ പലർക്കും ഇന്നൊരു അത്ഭുതമാ. ദൈവത്തിന് സ്തോത്രം. തകർന്നു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയതാ. വീണു പോയി ഹല്ലേലൂയ ഇനി ഒരു ഉദയം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ഹല്ലേലൂയ സകലവും അസ്തമിച്ചു പോയി, ഇനി ഒരു ഉയർച്ച ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് കർത്താവ് ഇന്ന് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഈ അത്ഭുതമേറിയ നാമത്തെ ഹല്ലേലൂയ ഞാൻ ഇന്നൊരു അത്ഭുതമാണെന്ന്, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തുവെന്ന്, ദൈവം എന്നെ ഒരു സാക്ഷിയാക്കി, ക്രിസ്തുവിന്റെ സാക്ഷിയാക്കി മാറ്റി എന്ന് അനേകരോട് പറയുവാൻ, അനേകരുടെ അടുക്കൽ ചെന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഇന്ന് നമ്മെ വിളിച്ചു വേർതിരിച്ചാക്കി വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദാവീദിനെ പറ്റി പഠിക്കുമ്പോൾ ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ 18-ാമത്തെ അധ്യായം നമുക്കറിയാം. തന്റെ സകല ശത്രുക്കളുടെ ഇടയിൽ നിന്നും കർത്താവ് ദാവീദിനെ വിടുവിച്ചെടുത്തപ്പോൾ ദാവീദ് എഴുതിയ ഒരു പാട്ടാ, ഒരു സങ്കീർത്തനമാ. ദൈവത്തെ സ്തുതിക്കുവാൻ ദാവീദ് ഒരു നാളും മടിച്ചിരുന്നില്ല. ദൈവമക്കളെ, നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം ദാവീദിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ദാവീദ് ഉണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഓരോ പ്രോബ്ലംസിന്റെ സമയത്തും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വെൽത്തി ആയിട്ടുള്ള സമയം, ഹെൽത്തി ആയിട്ടുള്ള സമയം, അതേപോലെ അദ്ദേഹത്തിന് നന്മ വന്ന സമയം, അല്ലെങ്കിൽ അതുകൊണ്ട് ഇപ്രകാരം പറഞ്ഞ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുമെന്നും. അദ്ദേഹം ലൈഫിൽ എപ്പോഴൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതുപോലെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെയും പ്രാപിച്ചപ്പോൾ ദൈവത്തെ എതിർത്ത് പറയാത്ത, ദൈവത്തെ തള്ളി പറയാത്ത ഒരു ദാവീദിനെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. 18-ാം സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് എന്താണെന്ന് അറിയാമോ? ദൈവവും ദാവീദും തമ്മിലുള്ള ആ ബന്ധം. ദൈവം അല്ലെങ്കിൽ ദാവീദിന് ആരായിരുന്നു എന്നറിയാമോ? യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം, എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മളിൽ എത്ര പേർക്ക് ഇപ്രകാരം പറയുവാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. യഹോവ എന്റെ ശൈലമാ. ശത്രു ഹല്ലേലൂയ എന്റെ പാളയത്തിലേക്ക് ഓടി അടുത്ത എന്നെ തകർക്കുവാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ നിനക്ക് ശൈലമായിരിക്കും, ഞാൻ നിനക്ക് കോട്ടയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. സഹായിപ്പാൻ ഈ ഭൂമിയിൽ ആരും നമ്മോട് കൂടെ ഇല്ലെങ്കിലും, ഈ ഭൂമിയിൽ ആർക്കും നമ്മെ സഹായിക്കുവാനോ ഒരു നല്ല വാക്ക് പറഞ്ഞ് നമ്മുടെ ബലഹീനതകളെ നീക്കുവാൻ ഹല്ലേലൂയ ആർക്കും കഴിയാത്ത അവസരത്തിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മളോട് വിളിച്ചറിയിക്കുന്ന ഒരു ദൂതുണ്ട്: ഞാൻ നിനക്ക് സഹായമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ശത്രു വരുമ്പോൾ ഹല്ലേലൂയ, ശത്രു ആക്രമിക്കാൻ കടന്നു വരുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി വിളിച്ചു പറയുകയാ: ദൈവ പൈതലേ, നീ ഭയപ്പെടേണ്ട, കർത്താവ് നിനക്കൊരു കോട്ടയായിരിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കരം നമുക്ക് പരിചയമായിരിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മോളിയാന്റെ കർത്താവ് നമുക്കൊരു പരിചയ, കർത്താവ് നമുക്കൊരു കോട്ടയാ. നമ്മുടെ ബലഹീന അവസ്ഥയിൽ കർത്താവിന്റെ കരം വ്യാപരിക്കുമ്പോൾ ഉണ്ടല്ലോ ഹല്ലേലൂയ, നിന്റെ ബലഹീന അവസ്ഥയില് ആരും എന്നെ സഹായിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞ അവസ്ഥയില് കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി ആഴമായി വർദ്ധിച്ച് അഭിഷേകത്തിന്റെ തീ ഹല്ലേലൂയ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ വ്യാപരിച്ച് പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പ്രാപിച്ചെടുത്ത കർത്താവ് നൽകുന്ന മറുപടികൾ ഒന്നും ഹല്ലേലൂയ അതൊന്നും വെറുതെയല്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞ പ്രോമിസുകൾ ഒന്നും വെറുതെയല്ല. നാളുകൾ കഴിയുന്നതിന് മുമ്പേ കർത്താവ് തക്ക സമയത്ത് നിവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് വിളിച്ചു പറയുകയാ. ഉഠമന റിബവര ഭൗഷഭാരകൾ പ്രവാനിയ. നീ പലർക്കും ഇന്നൊരു അത്ഭുതമാണ്. സ്തോത്ര. ഹല്ലേലൂയ. അനേകരുടെ മുമ്പിൽ ഞാൻ നിന്നെ കൊണ്ടുപോയി നിർത്തും. ഹല്ലേലൂയ. അനേകരുടെ മുമ്പിൽ ഞാൻ നിന്നെ ഒരു വിളക്കായി നിർത്തും. അനേകർക്ക് നീ വഴികാട്ടിയായിരിക്കുമെന്ന് കർത്താവ്
കർത്താവിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് വിളിച്ചറിയിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിനക്കൊരു പരിചയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ആരാ നമുക്ക്? കർത്താവ് നമുക്കൊരു പരിചയ. ദൈവത്തിന് സ്തോത്രം. ആരുടെ മുമ്പിലാ? ശത്രു നമ്മെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ, പിശാച് നമ്മളെ ഹല്ലേലൂയ മുടിച്ചു കളയാൻ തക്കവണ്ണം നമ്മുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ, കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ നിനക്കൊരു പരിചയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് മാത്രമല്ല, 18-ാം സങ്കീർത്തനം തന്നെ 46-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് ഇപ്രകാരം ദൈവത്തെ പറ്റി പറയുക, യഹോവ ജീവിക്കുന്നു, എന്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എന്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഉന്നതനാണ്, ശാശ്വത നിവാസിയാണ്, പരിശുദ്ധൻ എന്ന നാമമുള്ളവനാണ്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ അടുക്കലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്നത് നാം. ദൈവത്തിന് സ്തോത്രം. ദാവീദ് എന്താ ഇപ്രകാരം പറഞ്ഞെന്നറിയാമോ? ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം മരിച്ച ദൈവമല്ല. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എന്നോട് സംസാരിക്കുന്ന ദൈവമാണ്. എന്റെ ബലഹീനതയിൽ, ഹല്ലേലൂയ, എന്റെ താഴ്ചയിൽ എന്റെ അടുക്കലേക്ക് കടന്നു വന്ന്, ഹല്ലേലൂയ, എന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇപ്രകാരം, ഹല്ലേലൂയ, സങ്കീർത്തനങ്ങൾ 40-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യം, 1ഉം 2ഉം വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. നമ്മെ സ്ഥിരമാക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മോശയോട് ഇപ്രകാരം പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കറിയാം ഇന്ന് ഗൾഫ് കൺട്രീസിലൊന്നും സ്വസ്ഥതയില്ല, സമാധാനമില്ല. അവിടെ മാത്രമല്ല, ഹല്ലേലൂയ, നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ അവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, വിഷമമുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒതുക്കിയിരിക്കുമ്പോഴും നമ്മളെ ഭരിക്കുന്ന ദൈവത്തിന്റെ സമാധാനമുണ്ട്. നമ്മെ ഭരിപ്പിക്കുന്ന, ഹല്ലേലൂയ, നമ്മുടെ മേൽ വാഴുന്ന കർത്താവ് നമുക്ക് നൽകി തന്ന, നമ്മുടെ ഹൃദയത്തിന്റെ മേൽ വാഴുന്ന ഒരു സമാധാനമുണ്ട്. ഇതാരാ ഈ സമാധാനം നമുക്ക് നൽകി തന്നത്? നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ് നമ്മളെ നിർത്തിയത്. ഹല്ലേലൂയ. ആർക്കെങ്കിലും, ഹല്ലേലൂയ, താണു കിടക്കുന്നവനെ, ഇല്ലായ്മയായി പോകുന്നവനെ, കുഴഞ്ഞ ചേറ്റിൽ വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയുമോ? പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരം, ഹല്ലേലൂയ, ബലഹീനനായവനെ താങ്ങി എഴുന്നേൽപ്പിക്കും. കർത്താവിന്റെ കരം. നാം ദൈവത്തിന് ആവശ്യമുള്ളവൻ ഏത് താഴ്ചയിൽ കിടന്നാലും, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ദൂത് വിളിച്ചു പറയുകയാ, ദൈവത്തിന് ആവശ്യമുള്ളവൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, കർത്താവ് വാഗ്ദത്തം ചെയ്ത് മാറ്റി നിർത്തിയവൻ. ദൈവത്തിന് സ്തോത്രം. പിശാചിന്റെ കയ്യിൽ നിന്ന് ദൈവം പിടിച്ചു വാങ്ങിച്ചവൻ. ഹല്ലേലൂയ. അവൻ എവിടെ ഒറ്റപ്പെട്ട് കിടന്നാലും, ഹല്ലേലൂയ, എവിടെ പോയി ഒളിച്ചിരുന്നാലും തക്ക സമയത്ത് കർത്താവ് പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് വിളിച്ചു പറയുക. ദൈവമക്കളെ, ചേറ്റിൽ കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദാവീദിനെ നോക്കിക്കേ. ദാവീദ് എന്തുകൊണ്ടെന്നറിയാമോ? യഹോവ ജീവിക്കുന്നുവെന്ന് പറഞ്ഞത്. ജീവനുള്ള ദൈവം അവന്റെ താഴ്ചയിൽ, ഹല്ലേലൂയ, അദ്ദേഹത്തെ കടാക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. അപ്പ എന്നെ ആരും കാണുന്നില്ലല്ലോ, എന്നെ ആരും അറിയുന്നില്ലല്ലോ, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ ആരുമില്ലല്ലോ. സത്യമല്ലേ? ഹല്ലേലൂയ. ശമൂവേലിന്റെ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ് ദാവീദിന്റെ ജീവിതം എന്താണെന്ന്. അദ്ദേഹത്തിന്റെ ഓരോ ജേർണിക്കകത്തും ഓരോ കാര്യങ്ങളാണ്. യുദ്ധങ്ങള്, ഹല്ലേലൂയ, പ്രയാസങ്ങള്, കഷ്ടങ്ങള്, ബലഹീനതകള്, ഇതൊക്കെ കടന്നു വന്നപ്പോഴും ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി, ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ കരം, അതെത്ര വലിയതായിട്ട് ദൈവമക്കളെ വ്യാപിച്ചത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം പറഞ്ഞത്, യഹോവ ജീവിക്കുന്നു, എന്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എന്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ഹല്ലേലൂയ. അതിനുശേഷമായി സങ്കീർത്തനങ്ങൾ ആ അധ്യായം തന്നെ 18-ാമത്തെ 29-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് എപ്രകാരം എനിക്ക് കടക്കുവാൻ കഴിയും? അപ്പൊ എന്നെ കൊണ്ട് പ്രയാസമാണല്ലോ, എന്നെ കൊണ്ട് കഴിയത്തില്ലല്ലോ, അപ്പൊ എനിക്കിത് നീന്തി കടക്കുവാൻ കഴിയത്തില്ല, എനിക്കിത് ബുദ്ധിമുട്ടാ. അപ്പ അങ്ങയുടെ കൃപ മതി എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറാണ്.
തയ്യാറായാൽ ദൈവമക്കളെ നമുക്ക് വേണ്ടി നമ്മളെ എഴുന്നേൽപ്പിച്ച് നമ്മളെ ജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. തോൽക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. അല്ല, നമ്മുടെ തല കുനിഞ്ഞിരിക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. എന്തിനു വേണ്ടിയിട്ടാ കർത്താവ് നമ്മെ വിളിച്ചത്? ഹല്ലേലൂയ, യുദ്ധത്തിന് പുറപ്പെടുവാൻ നാം തയ്യാറായാൽ കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, ഹല്ലേലൂയ, കർത്താവ് പറയുന്നത് അനുസരിച്ച് കർത്താവിന്റെ കൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ പകർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് നാം യുദ്ധത്തിന് വേണ്ടി തയ്യാറായാലുണ്ടല്ലോ, നമ്മെ ജയിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദാവീദ് എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? യഹോവ എന്റെ കോട്ടയാണ്, യഹോവ എന്റെ സഹായമാണ്, യഹോവ എന്റെ പരിചയമാണ്, ഹല്ലേലൂയ, എന്റെ കർത്താവാണ് എന്റെ പ്രതിഫലം. ദൈവത്തിന് സ്തോത്രം. അല്ല, അത് മാത്രമാണോ? ദാവീദ് പറഞ്ഞു, യഹോവ ജീവിക്കുന്ന ദൈവമാണ്, എന്റെ പാറയായ ദൈവം വാഴ്ത്തപ്പെട്ടവനാണ്, ഹല്ലേലൂയ, എന്റെ രക്ഷയുടെ ദൈവം ഉന്നതനാണ്, എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ദാവീദ് ഉറപ്പായി വിശ്വസിച്ചു. ഹല്ലേലൂയ. യുദ്ധത്തിന് പോകുമ്പോ തന്റെ സ്വന്തം ബലം കൊണ്ടല്ല, സ്വന്തം ശക്തി കൊണ്ടല്ല, ഹല്ലേലൂയ, തനിക്കുള്ള എല്ലാ പവേഴ്സും എവിടെ നിന്നായിരുന്നു എന്ന് അറിയാമോ? കർത്താവിങ്കിൽ നിന്നായിരുന്നു. ദൈവമക്കളെ, ഈ ഭൂമിയിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ചിലപ്പോൾ ഒരു നല്ല എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമായിരിക്കാം, സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുമായിരിക്കാം, എക്കണോമിക്കലി വീക്ക് ആയിരിക്കുന്നവര് എക്കണോമിക്കലി സ്ട്രെങ്തൻ ആയിരിക്കാം. പക്ഷേ ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവിന്റെ നാമത്തിൽ നാം ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നില്ല എങ്കിൽ ഹല്ലേലൂയ, ഇതൊന്നും നമ്മളെ മുകളിൽ എത്തിക്കത്തില്ല. പക്ഷേ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന് കീഴ്പ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നാം തയ്യാറായാലുണ്ടല്ലോ, കർത്താവ് നമ്മളെ എത്തിക്കേണ്ടടുത്ത് തക്ക സമയത്ത് എത്തിക്കും. നമ്മുടെ വാഗ്ദത്തം ഒന്നും മുടങ്ങി പോകത്തില്ല. ശത്രു നമ്മുടെ പാളയത്തിൽ കടക്കത്തില്ല. പിശാചിന്റെ ശക്തികൾ ഹല്ലേലൂയ നമ്മുടെ നേരെ വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പ്രിയ റോയ് പാസ്റ്ററിനോട് കർത്താവിന്റെ ആത്മാവ് ഇപ്രകാരം വിളിച്ചു പറയുക, കർത്താവിന്റെ ദാസന് നിന്റെ പ്രാർത്ഥന അഭിഷേകത്തിന്റെ ശക്തിയോടുകൂടെ അഗ്നിനാവോടുകൂടെ അഭിഷേകത്തിന്റെ ജ്വലിപ്പിച്ചു കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിലായിരിക്കുമ്പോൾ കർത്താവ് ചില വലിയ കാര്യങ്ങൾ കർത്താവിന്റെ ദാസന് വേണ്ടി ചെയ്യുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സെക്കര്യാവിന്റെ അടുക്കൽ ചെന്ന് കർത്താവിന്റെ ദൂതൻ ഇപ്രകാരം പറഞ്ഞു, നിനക്കൊരു കുഞ്ഞുണ്ടാകും. പക്ഷെ സെക്കര്യാവ് ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? എന്നാൽ ഹല്ലേലൂയ, തന്റെ വാഗ്ദത്തം നിവർത്തിക്കേണ്ട തക്ക സമയം അത് ദൈവത്തിന് നിശ്ചയമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്ക സമയത്ത് അത് നിവർത്തിക്കുന്ന ദൈവമാണ്. സാഹചര്യങ്ങളെ നോക്കേണ്ട ആവശ്യമില്ല, പ്രതികൂലങ്ങളെ നോക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് പ്രവർത്തിക്കും. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്ന സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കും, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്റെ അടുത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം ഒരു വചനം തരികയാ, നിന്നെ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ചിലതിനെ ചാടി കടക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ മുഖാന്തരങ്ങൾ ഒരുക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താ ദൈവമക്കളെ കർത്താവിന്റെ വചനം പറയുന്നത്? പിശാചിന്റെ കയ്യിൽ നിന്ന് നമുക്ക് വഴുതി മാറണമെങ്കിൽ കർത്താവിന്റെ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പിശാചിന്റെ കോട്ടകളെ തകർത്തുകൊണ്ട് ആത്മാവിൽ നമ്മൾ ഹല്ലേലൂയ പുറപ്പെടണമെങ്കിൽ പിശാചിന്റെ തലയെ നമ്മൾ തകർത്ത് കളഞ്ഞാൽ മാത്രമേ കഴിയത്തുള്ളൂ. ദൈവമക്കളെ, കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? പിശാചിന്റെ കോട്ടകളെ തകർക്കുവാനാ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചിലതിനെ പണിയുവാനാ. നെഹമ്യാവ് പണിയാൻ വേണ്ടി അവിടുന്ന് വന്നില്ലേ? എന്തിന്റെ കുറവായിരുന്നു അദ്ദേഹത്തിന്? മറ്റു യാതൊരു പ്രയാസങ്ങളില്ല, പ്രശ്നങ്ങളില്ല, താൻ സേഫ് ആയിരുന്നു. പക്ഷെ സേഫിൽ നിന്ന് അൺസേഫ് ആയിട്ടുള്ള ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഹല്ലേലൂയ മറ്റൊരു സ്ഥലത്തേക്കാണ് അദ്ദേഹം കടന്നു വരുന്നത്. ഹല്ലേലൂയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്. എപ്പോഴും യുദ്ധങ്ങളും പ്രയാസങ്ങളും ഹല്ലേലൂയ ഒരുപാട് ബുദ്ധിമുട്ട് അവിടെ സഹിക്കേണ്ടി വരാം. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നെഹമ്യാവ് അവിടെ കടന്നു വന്നിട്ട് അദ്ദേഹം വെറുതെയല്ല കടന്നു വന്നത്, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാ. ആലയം പണിയണം, നശിച്ചു കിടക്കുന്നത് പണിയണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ ചിതറിക്കിടക്കുന്ന അനേക ആത്മാക്കളുണ്ട്, ഇല്ലായ്മയായിക്കൊണ്ടിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ മുമ്പിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്, കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്നത് ചിലതിനെ നോക്കിക്കൊണ്ട് പ്രവചിക്കുവാനാ, ചിലതിനെ വിശ്വാസത്തോടു കൂടി ആത്മാവിന്റെ ശക്തിയാൽ പണിയുവാനാ. കർത്താവ് ചിലരെ ആക്കി വച്ചിരിക്കുന്നത് പണിയുവാൻ വേണ്ടിയിട്ടാ. ദൈവത്തിന് സ്തോത്രം.
ഹാലലൂയ. അതിന് കർത്താവിന് പ്രായം ഹല്ലേലൂയ പ്രശ്നമല്ല. കർത്താവിന് ഇന്ന പ്രായമെന്നൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വിളിച്ചവനെ തക്ക സമയത്ത് കർത്താവ് തന്റെ വാഗ്ദത്തത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ദൈവമാ. ദൈവത്തിന് സ്തോത്രം. ഹാലലൂയ. പ്രിയ മിനി ആന്റി, കർത്താവ് ഉപയോഗിക്കും. കർത്താവിന്റെ ശക്തമാക്കി കർത്താവ് മാറ്റും. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥന, ഹല്ലേലൂയ നിന്റെ കണ്ണുനീര് കർത്താവ് കാണാതെ പോകത്തില്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് വിളിച്ചറിയിക്കുക. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവ് ഹല്ലേലൂയ ഹിസ്കിയാവിന്റെ അടുക്കൽ പോയി ഇപ്രകാരം പറഞ്ഞു, ഇനി നിനക്ക് ഒരുപാട് നാളില്ല, നിന്റെ സമയം തീരാറായി. ഹല്ലേലൂയ നിന്റെ മുമ്പിൽ ഇനി സമയങ്ങളില്ല. പക്ഷേ ഹല്ലേലൂയ ഹിസ്കിയാവ് ഇപ്രകാരം ദൈവത്തോട് നിലവിളിച്ചപ്പാ, ഞാൻ ചെയ്തത്, അപ്പന്റെ സന്നിധിയിൽ ഞാൻ നിന്നത്, ഇതൊന്നും അപ്പൻ മറക്കത്തില്ലല്ലോ. പക്ഷെ ഹല്ലേലൂയ എന്താണെന്നറിയാമോ? കർത്താവിന്റെ കരം അവിടെ പ്രവർത്തിച്ചത്. യെശയ്യാവ് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ ആ പ്രവാചകനെ തന്നെ കർത്താവ് ഹിസ്കിയാവിന്റെ അടുക്കലേക്ക് അയച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ എത്തി, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നുവെന്ന്. കണ്ണുനീർ മറികടക്കാത്ത ഒരു കർത്താവ് നിനക്ക് വേണ്ടിയിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് വിളിച്ചു പറയുകയാ. ദൈവത്തിന് സ്തോത്രം. ഹാലലൂയ. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ ബലം. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളെ മാറ്റുന്ന കർത്താവിന്റെ കരം. ദൈവത്തിന് സ്തോത്രം. മോശയോട് കൂടെ ഇരുന്ന ദൈവം, ദാവീദിനോട് കൂടെ ഇരുന്ന ദൈവം ഇന്ന് നമ്മോട് കൂടെയുമുണ്ട്. എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? നമ്മെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ. ദൈവത്തിന് അത്ഭുതമാക്കി മാറ്റുവാൻ ഈ ഭൂമിയിൽ വലിയ ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരെ വേണ്ട. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 25-ാം വാക്യം ഇപ്രകാരം പറയുന്നത്, ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. എന്ന് വെച്ചാൽ എന്തോ ദൈവമക്കളെ, കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മുടെ മിടുക്കും കൊണ്ടല്ല, നമ്മുടെ കഴിവും കൊണ്ടല്ല. നമ്മുടെ കഴിവില്ലായ്മ അത് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നാം എപ്രകാരമായിരിക്കണം, നമ്മുടെ മനോഭാവം എപ്രകാരമായിരിക്കണം? നാം അത് പൂർണ്ണമായി ദൈവത്തിന്റെ സന്നിധിയിൽ സമ്മതിക്കാൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവിനെ പറ്റി പഠിക്കുമ്പോൾ ഹല്ലേലൂയ ഷോർട്ടാക്കി ഒരു കാര്യം മാത്രം അദ്ദേഹത്തെ പറ്റി പറയട്ടെ. നെഹമ്യാവിനെ പറ്റി നാം വായിക്കുമ്പോൾ ദൈവത്തിന് അദ്ദേഹത്തെ ആ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ആലയത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട് മതിലുകളെ കെട്ടുവാൻ, ശത്രു ആക്രമിക്കാതെ, ഈ ദേശം ഇനിയും ഇല്ലായ്മയായി പോകാതെ, ഇത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹം ഒരു ആത്മഭാരം പേറിയാണ് അദ്ദേഹം ആ സ്ഥലത്തേക്ക് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ ചെല്ലുന്നതിന് മുമ്പേ അദ്ദേഹം ചെയ്ത ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഹല്ലേലൂയ. എന്താ ചെയ്തെന്നറിയാമോ? തന്റെ കുറ്റങ്ങളെ താൻ അന്യരാജ്യത്തായിരുന്നപ്പോൾ തന്നെ തന്റെയും ഹല്ലേലൂയ ആ ജനതയുടെയും പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ, കർത്താവ് എല്ലാം അറിയുന്നുണ്ടല്ലോ. പക്ഷേ എന്റെയും നിങ്ങളുടെയും വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ദൈവത്തിന് വളരെ പ്രേഷ്യസ് ആണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ അതുപോലെയാ നമ്മളെ സ്നേഹിക്കുന്നത്. നെഹമ്യാവ് അത് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ വെറുതെ അല്ല നെഹമ്യാവ് പ്രാർത്ഥിച്ചത്, ഒരു ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ്, ഒരു പുറപ്പാടിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയാ? പിശാച് അപ്പുറവും ഇപ്പുറവും നിന്ന് വാദിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം. തുടർന്നുള്ള അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, ദൈവത്തിന് വേണ്ടി പൊരുതുകയാണ്. ഇപ്രകാരം ഒരു വാക്യമുണ്ട്, യഹോവയുടെ കൈ എനിക്ക് അനുകൂലമെന്ന് നെഹമ്യാവ് തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ദൈവത്തിന്റെ ശക്തിക്കൊത്തവണ്ണം നെഹമ്യാവ് തന്നെ മാറ്റി. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ നെഹമ്യാവിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസം തന്നെ ചോർത്തിക്കളയുവാൻ തക്കവണ്ണം പിശാച് നോക്കി. ഹല്ലേലൂയ. പ്രവാചകന്മാരെ വരെ കൊണ്ടുവന്ന് അയച്ചു. ദൈവത്തിന് സ്തോത്രം. പക്ഷെ കർത്താവ് വെറുതെ വിട്ടില്ല. ദൈവമക്കളെ, കർത്താവ് പണിക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ ഒരു പുറപ്പാട് നൽകി കർത്താവ് നമ്മളെ അയച്ചെങ്കിൽ നമ്മെ വെറും കൈയായിട്ട് കർത്താവ് വിടത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മെ വെറുതെ കർത്താവ് മടക്കി അയക്കത്തില്ല. കർത്താവിന്റെ വചനവുമായിട്ട് കർത്താവ് നമ്മളെ അയച്ചെങ്കിൽ ഒരു രാജ്യത്തേക്ക്, ഒരു ദേശത്തേക്ക് കർത്താവിന്റെ അരുളപ്പാട് അനുസരിച്ച് നമ്മൾ കടന്നു വന്നെങ്കിൽ ദൈവമക്കളെ, നമ്മൾ വെറുതെ മടങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവിന് വേണ്ടി സമ്പാദിപ്പാൻ, കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവ് നമ്മെ ആക്കി വച്ചിരിക്കുക. കർത്താവിന് വേണ്ടി നേടുവാൻ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനല്ല, നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്കല്ല, കർത്താവിന് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ നമ്മെ ആക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. അവരുടെ മുമ്പിൽ അവർ നോക്കുമ്പോൾ ഇപ്രകാരം പറയ, ഇതൊരു അത്ഭുതമല്ലേ, എങ്ങനെ ഇവർക്ക് ഇത് കഴിയും? ഹല്ലേലൂയ. പക്ഷെ നമുക്കൊരു കാര്യം പറയാനുണ്ട്, എന്റെ ദൈവം എന്റെ ബലമുള്ള സങ്കേതമാ. ഇതെന്റെ ശക്തി കൊണ്ടല്ല, എന്റെ ബലം കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ടാണെന്ന് നമുക്ക് പറയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം.
ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാൻ കഴിയുന്നത് എവിടെ നിന്നാ ദൈവമക്കളെ? കർത്താവിന്റെ അടുക്കൽ നിന്നാ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തില് ഹല്ലേലൂയ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നവരാ. ഹല്ലേലൂയ. ഒരുപാട് പ്രയാസങ്ങൾ, വിഷമങ്ങൾ നമ്മൾ നേരിടുന്നവരാ. പക്ഷെ നമ്മുടെ ഉള്ളിൽ വാഴുന്ന ക്രിസ്തുവിന് തന്ന പ്രത്യാശ, ഹല്ലേലൂയ, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക സമാധാനം, അത് നമ്മളെ എപ്പോഴും വഴി നടത്തും. അനർത്ഥങ്ങളെ വഴിമാറ്റി വിടുന്ന ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. രോഗശക്തികളുടെ ബലത്തെ കെടുത്തി കളയുന്ന ദൈവമുണ്ട്. തീയുടെ ബലത്തെ കർത്താവ് കെടുത്തിയെങ്കിൽ ദൈവമക്കളെ, നമുക്കറിയാം ദാനിയേല്, ഹല്ലേലൂയ, ആ 3 പേരും, ആ ബാലന്മാര് പിശാചിനെ വണങ്ങാതെ, വിഗ്രഹത്തെ വണങ്ങാതെ മാറി നിന്നപ്പോ ഹല്ലേലൂയ അവരെ 7 മടങ്ങ് തീച്ചൂള വർദ്ധിപ്പിച്ച് ആ തീച്ചൂളയൊക്കെ അവരെ തള്ളിയിടുമ്പോൾ ദൈവമക്കളെ, കർത്താവ് അടങ്ങിയിരുന്നില്ല. ഹല്ലേലൂയ. അവർക്ക് പോലും അതിശയമാകുമാർ ഒരു അത്ഭുതം കർത്താവ് അവിടെ പ്രവർത്തിച്ചു. എന്താ ദൈവം ചെയ്തതെന്ന് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ വചനം വിളിച്ചറിയിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവർക്ക് തന്നെ അതിശയമാകുമാറ് 3-ാമത്തെ 25-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: അതിനവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ദൈവമക്കളെ, കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു: യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്ന ദൈവമാ. പുറത്തു നിന്ന് വിടുവിക്കുന്ന ദൈവമല്ല, അകത്തു നിന്ന് ഹല്ലേലൂയ ആ അനുഭവിക്കുന്ന തെള്ളിയിട്ട ആ തീച്ചൂളക്കകത്തേക്ക് ഇറങ്ങിച്ചെന്ന് തന്റെ ഭക്തന്മാരെ വിടുവിച്ച കർത്താവുണ്ട്. മറന്നു പോകല്ലേ. നമ്മുടെ തീച്ചൂള ഏറുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ കർത്താവിന് വേണ്ടി നാം അനുഭവിക്കുന്ന ഓരോ നിന്നയും കർത്താവ് തക്ക സമയത്തിന് പ്രതിഫലം തന്ന് നമ്മെ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. നാം ഒരു നിന്ന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിത്യതയിൽ നമുക്കൊരു കിരീടം ഉറപ്പാക്കി വെക്കുകയാണ് ദൈവം. നാം അത് മറക്കല്ലേ. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലുള്ളതൊക്കെ മാഞ്ഞിപ്പോകും, ഇതൊക്കെ കത്തിയമരും, പക്ഷെ കത്തിയമരാത്ത ഹല്ലേലൂയ ഇല്ലായ്മയായി പോകാത്ത നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ഈ ഭൂമിക്ക് കഴിയാതിരിക്കുമ്പോൾ ദൈവമക്കളെ, കർത്താവ് പറയുക, ഞാൻ സകലരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ തുടയ്ക്കും. ഇന്ന് ഈ ഡിവൈസിലായിരിക്കുന്ന നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ദൈവത്തിന് സ്തോത്രം, നിത്യതയിൽ കർത്താവുമായിട്ടുള്ള വാസത്തിന് നമ്മൾ ചെല്ലുമ്പോ ഉണ്ടല്ലോ, കർത്താവ് നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കും. ദുഃഖവും മുറവിളിയും മാറിപ്പോകും, രോഗങ്ങൾ മാറിപ്പോകും, നമ്മുടെ ബലഹീനതകൾ നീങ്ങിപ്പോകും. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. ദാനിയേലിന്റെ കൂടെയുള്ള ബാലിക്കാർക്ക് എന്താ സംഭവിച്ചേ? അവര് അമർന്നു പോയോ? അവർ തീയിൽ പെട്ടുപോയോ? ഇല്ല. തീ കത്തി ചാരമാകുവാൻ ദൈവം അവരെ അനുവദിച്ചില്ല. ഹല്ലേലൂയ. പിന്നെയും പിന്നെയും കർത്താവിന്റെ കൃപ അവരുടെ അത്യന്തം അനവധിയായി വർദ്ധിച്ചു. ഹല്ലേലൂയ. 7 മടങ്ങ് ഹല്ലേലൂയ ശക്തിയുള്ള തീച്ചൂള, അതിന്റെ തീയുടെ ബലത്തെ കർത്താവ് കെടുത്തി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അതിന്റെ ബലങ്ങളെ, പിശാച് കൊണ്ടുവരുന്ന ആധിപത്യങ്ങളെ കെടുത്തിക്കളയുവാൻ ദൈവം ശക്തനാണെന്ന് ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ നമ്മളിൽ അധികമായി വ്യാപരിക്കും കേട്ടോ. ദൈവമക്കളെ, നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ ശക്തി അധികമായി വ്യാപിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചിലരെ നോക്കുകയാ, കർത്താവ് ചിലരെ കാണുക. എന്തുകൊണ്ടെന്നറിയാമോ? കർത്താവിന്റെ കൃപ ഹല്ലേലൂയ അധികമായി നമ്മുടെ മേൽ വ്യാപിക്കുക. പ്രിയ ഷൈനിയാനി, കർത്താവിന്റെ കൃപ ഹല്ലേലൂയ ദാസിയുടെ മേൽ അധികമായി വ്യാപിക്കുക. എന്തുകൊണ്ടാ? നിന്റെ ബലഹീനതകൾ ഹല്ലേലൂയ കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി താൻ അപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിന് വേണ്ടി നിന്നുകൊള്ളാമേ എന്ന് പറഞ്ഞ് സമർപ്പിച്ച സമയങ്ങളൊന്നും കർത്താവ് മറന്നു കളയുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്ര. തലമുറകൾ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടത് കർത്താവ് തക്ക സമയത്ത് കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരം കാണും. ദാസി ദൈവമേ ഹല്ലേലൂയ കർത്താവ് ആക്കി വച്ചിരിക്കുന്ന അത്ഭുതമായിട്ട്, കർത്താവ് ആക്കി വച്ചിരിക്കുന്ന അടയാളമായിട്ട് ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ഹല്ലേലൂയ ആയിരിക്കുന്ന ഭവനത്തിൽ കർത്താവിന്റെ ദാസിയെ ദൈവമാക്കി വച്ചിരിക്കുന്നത് ഒരു അടയാളമായിട്ടാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ എത്ര വലിയത് ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ ദാവീദിനെ പറ്റി നോക്കി, അതേപോലെ തന്നെ മോശെ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ബൈബിൾ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ജനത്തെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് തിരിച്ച് അദ്ദേഹത്തെ എങ്ങോട്ട് അയച്ചു? മിസ്രൈമിലേക്ക് അയച്ചു, ഇസ്രായേൽ ജനത്തെ തിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ
പുറപ്പാട് പുസ്തകത്തില് അദ്ദേഹത്തെ പറ്റി ആദ്യമേ പറഞ്ഞിരിക്കുന്നത് 2-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ജനനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ജനന കാര്യങ്ങള്, അദ്ദേഹം എങ്ങനെ ജനിച്ചു, ഒരു സാധ്യതയുമില്ല. അദ്ദേഹം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവമേ, നമ്മൾ മോശയുടെ അടുക്കലേക്ക് നമ്മൾ ഒരു കാര്യം പറയാൻ വേണ്ടി കൊടുത്തത്, ഇപ്പൊ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരു അത്ഭുതമാണെന്ന്. അദ്ദേഹം എന്തുകൊണ്ട് അത് തന്റെ ജനനത്തിലെ അദ്ദേഹം ഒരു അത്ഭുതമാ, മനുഷ്യന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങള്. ഹല്ലേലൂയ. മോശയുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഈ കുഞ്ഞ് ജീവിക്കുമോ എന്ന് പോലും ഒരു പ്രതീക്ഷയും ആർക്കുമില്ല. തന്റെ സ്വന്തം അമ്മ ഹല്ലേലൂയ ആ നദിയിലേക്ക് കുഞ്ഞിനെ ആ ഞാങ്ങണ പെട്ടകത്തിൽ ഇങ്ങനെ ഒഴുക്കി വിടുമ്പോ ആ സ്വന്തം മാതാവിന്റെ ഉള്ളിൽ ഹല്ലേലൂയ എന്തുമാത്രം വേദന കാണും. അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സഹോദരിയുടെ അകത്ത് എന്തുമാത്രം വേദന കാണും. പക്ഷേ ദൈവമക്കളെ, മോശ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് മോശയെ പറ്റി തക്കതായിട്ട് ഹല്ലേലൂയ ഒരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. എന്താ മോശയെ പറ്റി ദൈവം കണ്ട സ്വപ്നം? ഹല്ലേലൂയ, ഈ ഞാങ്ങണ പെട്ടകം മുങ്ങി ഹല്ലേലൂയ ആ നദിക്കകത്ത് വീണു പോകുന്ന ഒരു മോശ കുഞ്ഞായിട്ടല്ല. ഹല്ലേലൂയ, ഇവൻ നാളുകൾ കഴിയുമ്പോൾ ഹല്ലേലൂയ ഇവൻ ജീവിക്കേണ്ടത് ആ ഫറവോൻ കൊല്ലുമെന്ന് പറഞ്ഞ ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെയാ. ഹല്ലേലൂയ, നാളുകൾ കഴിയുമ്പോൾ ഹല്ലേലൂയ ഇവൻ യുദ്ധമൊക്കെ അഭ്യസിച്ച് ഇവൻ മറ്റൊരു ദേശത്തേക്ക് കടന്നുപോയി. അവൻ അവിടെ നിന്ന് ദൈവത്തിന്റെ ജനത്തെ ഹല്ലേലൂയ കർത്താവ് നിയമിച്ചിരിക്കുന്ന നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം മോശയെ തക്ക സമയത്ത് കണ്ടു. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവ് നമ്മളെ കണ്ടതാ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ ഹല്ലേലൂയ കർത്താവിന് നമ്മളെ തിരഞ്ഞു പിടിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു. നമ്മൾ എത്രമാത്രം മറഞ്ഞിരുന്നവരാം. പക്ഷെ മോശയെ മറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ മറ നീക്കി പുറത്തു കൊണ്ടുവരുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. മോശയുടെ മേൽ ഹല്ലേലൂയ കർത്താവിന്റെ കരം പ്രവർത്തിച്ചു. മോശയെ കർത്താവ് ആ കൊട്ടാരത്തിൽ തന്നെ മോശയെ ദൈവം വളർത്തി. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ തുടർന്നും വായിക്കുമ്പോൾ മോശയോട് ദൈവം സംസാരിക്കുന്നത് പുറപ്പാട് 3-ാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമായി കാണാം. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ മോശയുടെ വായോട് കൂടി ഇരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. ഹല്ലേലൂയ. മോശ പറഞ്ഞു, എനിക്ക് വാക്ചാതുര്യമില്ല, എനിക്ക് ഇപ്രകാരം ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയത്തില്ല, ഞാൻ ബലഹീനനാണ്, എനിക്ക് ഇത്രമാത്രം കുറവുകളുണ്ട്. പക്ഷേ തന്റെ കുറവുകളെ മാറ്റിയെടുക്കാൻ തക്കവണ്ണം കർത്താവ് തക്ക സമയത്ത് മോശയുടെ മേൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ ശക്തി കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട്. ഹല്ലേലൂയ. അത് മാത്രമാണ് നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ മോശയെ കർത്താവ് തിരഞ്ഞെടുത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് തിരികെ അയച്ച് അവിടെ നിന്ന് ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുമ്പോൾ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, വെള്ളത്തെ വേർപിരിച്ച ദൈവം ആർക്ക് വേണ്ടിയിട്ടാ? മോശയുടെ ബലഹീന കരത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം വ്യാപിച്ചപ്പോൾ ഹല്ലേലൂയ എന്ത് സംഭവിച്ചു? വെള്ളം മതിലായി നിന്നു. ഹല്ലേലൂയ. ഇപ്രകാരമാ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-16 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. ഇത് കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാ. ഇത് കർത്താവ് അരുളി ചെയ്തതാ. മുമ്പിൽ നോക്കുമ്പോൾ ചെങ്കടലാണ്, പുറകിൽ ഫറവോന്റെ സൈന്യമാണ്. മുമ്പോട്ടൊരു പ്രതീക്ഷ എനിക്കില്ല, പുറമോട്ടൊരു പ്രതീക്ഷ എനിക്കില്ല. ഞാൻ വന്ന വഴിയെ ജീവിതത്തിൽ താണ്ടി ഇത്രമാത്രം പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചു ഞാൻ വന്ന വഴിയെ ഇനി തിരിച്ചു മടങ്ങാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷെ അപ്പാ എന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ചെങ്കടലിന്റെ നടുവിലാ എന്ന് ചോദിക്കുമ്പോൾ, പ്രിയ ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് വിളിച്ചറിയിക്കുകയാ, ഈ ചെങ്കടലിൽ കൂടെ മനുഷ്യനൊരു വഴി കാണുവാൻ കഴിയത്തില്ല. പക്ഷെ കർത്താവ് ഇതിന്റെ അപ്പുറം ഹല്ലേലൂയ ഒരു വഴിയെ കാണിച്ചു തരും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, യേശു പറഞ്ഞൊരു കാര്യമാ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് തന്നെ വഴിയായി നിന്നുകൊണ്ട് ചില ദുർഘടങ്ങളെ നീക്കിക്കൊണ്ട് താമ്രവാതിലുകളെ തകർത്തുകൊണ്ട് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചുകൊണ്ട് കർത്താവിന്റെ കരം ശക്തിയായി ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പേ പുറപ്പെടുമെന്ന് ഈ മീറ്റിംഗിലായിരിക്കുന്ന ചില ദൈവമക്കളോട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചറിയിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് എന്തോ ദൈവമക്കളെ, വെള്ളത്തെ വിഭാഗിച്ച ദൈവം. ഹല്ലേലൂയ. വെള്ളത്തെ വിഭാഗിച്ച ദൈവം, ദൈവത്തിന്റെ കരം, അതിന്റെ ശ്രേഷ്ഠത അത് എത്ര വലിയതാ നോക്കിക്കേ. ദൈവത്തിന്റെ പ്രവൃത്തി അത് എത്ര വലിയതാ.
ആ വെള്ളത്തെ കർത്താവ് വിഭാഗിച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ് അറിയാമോ? മോശ എന്ന് പറയുന്ന മനുഷ്യന് ഒരുപാട് കഴിവില്ല, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിയോ ജ്ഞാനമോ ഒന്നുമില്ല. ഓടിപ്പോയവനാ അവനെ തിരിച്ചു മടക്കിക്കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അത് ആരെയൊക്കെ കാണിക്കാൻ? അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 63-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവരിടറാതെ വെണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂട്ടി നടത്തുകയും ചെയ്തവൻ എവിടെ? ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ച ഒരേ ഒരു കാര്യം, തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി. എന്തിനു വേണ്ടിയിട്ടാ? മോശയുടെ നാമത്തിന് വേണ്ടിയിട്ടല്ല, ദൈവത്തിന്റെ നാമം മോശയുടെ മേൽ വാഴ്ത്തപ്പെടാൻ വേണ്ടിയിട്ടാ, മോശയുടെ മേൽ ദൈവത്തിന്റെ നാമം ഉയരുവാൻ വേണ്ടിയിട്ടാ കർത്താവ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ദൈവമക്കളെ, നമ്മളിൽ കൂടെ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ, കർത്താവ് നമ്മളിൽ കൂടെ ചെയ്യുന്ന അടയാളങ്ങൾ, നമ്മെ ഒരു അത്ഭുതമാക്കി വച്ചിരിക്കുന്നത്, രോഗങ്ങൾ നമുക്ക് സൗഖ്യം തരുന്നത്, അനർത്ഥങ്ങളെ മാറ്റിവിടുന്നത്, ഇതൊക്കെ എന്തിനാണെന്നറിയാമോ? നാം ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാനാ. നമ്മുടെ സ്വന്തം മഹത്വത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ സ്വന്തം നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ചെയ്യുവാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കഴിയുമായിരിക്കും. പക്ഷേ അതൊക്കെ ഈ ഭൂമിയിൽ വെച്ച് നീങ്ങിപ്പോകും. പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, കർത്താവ് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിയോഗിച്ച് വച്ചിരിക്കുന്ന കാര്യങ്ങൾ നാം സൂക്ഷ്മതയോടെ വ്യക്തതയോടെ കർത്താവിന്റെ കൃപയ്ക്കൊത്തവണ്ണം നമ്മൾ നിൽപ്പാൻ തയ്യാറായാലുണ്ടല്ലോ, കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി അധികമായി നമ്മുടെ ബലഹീന ശരീരത്തിന്റെ മേൽ വ്യാപിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, 7-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, മോശയെ പറ്റി. മോശ തിരിച്ചു വന്നത് ഹല്ലേലൂയ വെറുതെ അല്ല. ഹല്ലേലൂയ, നമുക്കറിയാം ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് വീണ്ടും കടന്നു വന്ന് ഹല്ലേലൂയ ഒരുപാട് കാര്യങ്ങൾ മോശ ആത്മാവിന്റെ ശക്തിയോടുകൂടെ, ദൈവം കൊടുത്ത ദൈവത്തിന്റെ വടിയോടുകൂടെ, കർത്താവിന്റെ ആത്മാവിന്റെ ബലത്താൽ മോശ കടന്നു വന്ന് അവിടെ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. എന്നാൽ ഈ ജനവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കൊണ്ടുപോകുന്ന ജനമില്ലേ, അവരുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് അറിയുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ വചനത്തില് ഹല്ലേലൂയ 7-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 25-ാം വാക്യം മുതൽ ഇപ്രകാരം വായിക്കുന്നു: ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. പിറ്റേനാൾ അവർ കലഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്നു. പുരുഷന്മാരെ, നിങ്ങൾ സഹോദരന്മാരല്ലോ, തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. ഹല്ലേലൂയ. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആർ? ഇന്നലെ മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ വാക്ക് കേട്ടിട്ട് മോശ എന്ത് ചെയ്തെന്നറിയാമോ? മോശ ഓടിപ്പോയി. ഹല്ലേലൂയ. പക്ഷേ ഓടിപ്പോയ മോശയെ കണ്ട ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരു പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും നമ്മുടെ അടുത്ത് നിൽക്കാതെ നമ്മിൽ നിന്ന് മാറിപ്പോകുമായിരിക്കും, നമ്മിൽ നിന്ന് അകന്നു മാറുമായിരിക്കും. പക്ഷേ കർത്താവ് നമ്മളെ കാണുന്ന ദൈവമാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് എന്താണെന്നറിയാമോ? 35-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ ഇപ്രകാരം തിരുവെടുത്ത് വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. മുമ്പേ നമ്മൾ 27-ാമത്തെ വാക്യത്തിൽ അവര് ചോദിച്ചു, നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആരാ? പക്ഷെ 35-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം വ്യക്തമായി പറയുന്നു, നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആരെന്നിങ്ങനെ. അവർ തള്ളി പറഞ്ഞ ഈ മോശയെ ദൈവം ഉൾപ്പെടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. ദൈവത്തിന് ഹല്ലേലൂയ. എന്താണെന്നറിയാം? അധികാരിയും വീണ്ടെടുപ്പുകാരനും നിന്നെ ഞങ്ങളുടെ മേൽ ആക്കി വെച്ചത് ആരെന്ന് അവര് ചോദിച്ചപ്പോൾ കർത്താവ് അത് കണ്ടു. മോശ കടന്നുപോയത് വെറുതെ അല്ല. ഹല്ലേലൂയ. ദൈവത്തിന് ആ മുൾപ്പടർപ്പിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞ, അദ്ദേഹം കണ്ടറിഞ്ഞ ദൈവത്തിന്റെ ദൂതൻ, ഹല്ലേലൂയ, അദ്ദേഹത്തെ അധികാരിയും ന്യായകർത്താവും ആ ജനത്തിന്റെ വീണ്ടെടുപ്പുകാരനും ആക്കി വെച്ചു. ദൈവമക്കളെ, ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഈ ഭൂമിയിൽ
നമുക്ക് വേണ്ടി ജീവിച്ചു. ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി കർത്താവ് ഈ ഭൂമിയിൽ മരിച്ചു. എന്നാൽ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എത്രയും പെട്ടെന്ന് നമുക്ക് വേണ്ടി കടന്നു വരുന്നുണ്ട്. നാം അത് വിശ്വസിച്ചുകൊണ്ട് ദിവസങ്ങളിൽ യാത്ര ചെയ്യണമെന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് ദൂത് വിളിച്ചറിയിക്കുകയാ. കർത്താവിന്റെ ആഗ്രഹം എന്താ? നാം കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന്, നാം കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന്, കർത്താവിന് വേണ്ടി നാം ഓടണമെന്ന കർത്താവിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മോശയെ പറ്റി നാം വായിച്ചതുപോലെ നിന്നെ ഞങ്ങൾക്ക് അധികാരിയാക്കിയതാര്? നായകർത്താവാക്കിയതാര്? നിന്നെ ഞങ്ങൾക്ക് മേലാധികാരിയാക്കിയത് ആരെന്നൊക്കെ ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാ, ഹല്ലേലൂയ, ദൈവം തന്നെ മോശയെ അധികാരിയും നായകർത്താവും വീണ്ടെടുപ്പുകാരനുമാക്കി ആ ദേശത്തേക്ക് മടക്കി അയച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതേപോലെ തന്നെ നാം വീണ്ടും വായിക്കുമ്പോൾ മോശയുടെ ആ സമയങ്ങൾ, അന്ത്യസമയങ്ങളിലോട്ടൊക്കെ കടന്നു വരുമ്പോൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 33 അധ്യായം അതിന് 2 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സേയീരിൽ നിന്ന് ഉദിച്ചു, പാരാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു, അവർക്ക് വേണ്ടി അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ ഹല്ലേലൂയ അവന്റെ വലം കയ്യിൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ശക്തി, ദൈവത്തിന്റെ കരത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ആത്മാവിന്റെ ബലം, ഇതൊക്കെ മോശ കണ്ടറിഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇപ്രകാരം കർത്താവിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ആവർത്തന പുസ്തകം 34 അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെ വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ലെന്നാ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ കർത്താവ് ഇത്രമാത്രം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഒരു ഭക്തനിലൂടെ ചെയ്തെടുക്കണമെങ്കിൽ അദ്ദേഹം സഹിച്ച വെല്ലുവിളികൾ അത് നിസ്സാരമല്ല. ഹല്ലേലൂയ. അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ നിമിഷവും നെടുമ്പാട് വീണ് കരയുന്ന മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. ഓരോ കാര്യങ്ങളെടുക്ക് ഈ ദുർശാഠ്യമുള്ള മത്സരമുള്ള ഹല്ലേലൂയ ഈ ജനത്തിന്റെ അടുക്കലേക്ക് ദൈവം മോശ അയച്ചപ്പോൾ ഒരുപാട് വേദനകൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു. നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം കരയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ കരഞ്ഞതൊന്നും മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവത്തിന്റെ അടുക്കല. ദൈവമക്കളെ, നമുക്ക് വിഷമം വരുമ്പോ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ ആരോടും പറയാൻ നമുക്കില്ലാത്തപ്പോൾ നമ്മൾ മനുഷ്യനിൽ ആശ്രയിക്കല്ലേ. കർത്താവിന്റെ വചനം പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കേണ്ട, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കേണ്ട. ഹല്ലേലൂയ. ധനമാഹാത്മ്യത്തിലോ വസ്തുവകകളിലോ നാം ആശ്രയിക്കേണ്ട. അതൊക്കെ നമുക്കുണ്ടെങ്കിലും നാം അതിലൊന്നും ആശ്രയിക്കേണ്ട. ഇന്ന് പകൽക്കാലം നമ്മുടെ ആശ്രയം കർത്താവിലായിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വചനം പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പലർക്കും ഒരു അത്ഭുതമാണ്, യഹോവയുടെ ബലമുള്ള സങ്കേതമാണെന്ന്. ഹല്ലേലൂയ. ശത്രു വരുമ്പോഴാണ് നമ്മൾ സങ്കേത നഗരത്തിൽ കയറി ഒളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ അനവധി സങ്കേത നഗരങ്ങളുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ ദൈവമക്കളെ നമുക്ക് ഒളിക്കുവാൻ ഒരേ ഒരു സങ്കേത നഗരം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവിന്റെ അടുക്കലേക്കാ നമ്മൾ ഓടി ചെല്ലേണ്ടത്. യേശുപ്പച്ചന്റെ മടിയിലേക്കാ. കർത്താവിന്റെ അടുക്കലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം ഓടി അടുക്കുമ്പോൾ പിശാച് നമ്മളെ കാണത്തില്ല. അവൻ അന്ധത ബാധിച്ചതുപോലെ ഏലീശയുടെ അടുക്കലേക്ക് ഹല്ലേലൂയ ശത്രുവായവൻ കടന്നു വരുമ്പോൾ ഇപ്രകാരം ഏലീശ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. അപ്പ ഈ ഭൃത്യന്റെ നാവ് ഹല്ലേലൂയ ഇവന്റെ ഈ കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയ ഇവന്റെ കണ്ണുകളെ തുറക്കണമേ. അവന്റെ ഉൾക്കണ്ണ് തുറന്നപ്പോൾ ഏലീശ ഹല്ലേലൂയ തന്റെ ഭൃത്യന്റെ ഉൾക്കണ്ണ് പ്രാർത്ഥിച്ചു തുറന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഭൃത്യൻ പിന്നെ മടിച്ചില്ല, ഭൃത്യൻ പിന്നെ ഭയപ്പെട്ടില്ല. കാരണം ഈ സൈന്യത്തെക്കാൾ അപ്പുറമായി ദൈവത്തിന്റെ സൈന്യം ഈ മലനിരകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാ. ഇവരുടെ കയ്യിൽ മാനുഷികമായി നിർമ്മിച്ച വാളും ആയുധങ്ങളും ഹല്ലേലൂയ പടച്ചട്ടയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന്റെ സൈന്യത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എന്തുമാത്രം ആയുധങ്ങളാ, എന്തുമാത്രം കാര്യങ്ങളാ. ഒരു പിശാചിന് നമ്മെ തൊടുവാൻ കഴിയത്തില്ല. നാം ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് നിൽക്കുന്നുവെങ്കിൽ, നാം ദൈവത്തിന്റെ വിശ്വസ്തയേറിയ നാമത്തിനകത്ത് വസിക്കുന്നുവെങ്കിൽ ഒരു ദുഷ്ട ശക്തികൾക്കും നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മുടെ മേൽ യാതൊരു ആധിപത്യവും സ്ഥാപിക്കുവാൻ പിശാചിന് കഴിയത്തില്ല. ദൈവമക്കളെ, അതാ കർത്താവിന്റെ വചനം പറഞ്ഞൊരു മോശയെ പോലെ, ഒരു ദാവീദിനെ പോലെ കർത്താവ് നമ്മളെ ആക്കി വച്ചിരിക്കുകയാ. കർത്താവിന്റെ കൃപ അത് എത്ര വിലയേറിയത് ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഹല്ലേലൂയ മനുഷ്യ ദൈവത്തെ വിളിക്കുന്ന ദൈവമക്കൾക്ക് വിലയില്ലാതിരിക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുകയാ, ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി എണ്ണിയിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ദൈവമക്കളെ നോക്കുമ്പോൾ നിന്ദിക്കുന്നവർ, പരിഹസിക്കുന്നവർ, ദുഷിക്കുന്നവർ, നീ ലോകക്കാരെ
പോലെ അല്ലല്ലോ, നിനക്കെന്താ പ്രത്യേകത എന്ന് നമ്മോട് ചോദിക്കുന്നവർ ഹല്ലേലൂയ ഒരിക്കൽ കാണും നമ്മുടെ പ്രത്യേകത എന്താണെന്ന്. വചനം വിശുദ്ധിയുള്ള ദൈവത്തിന്റെ വചനം വ്യക്തമായ ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം 19-5 വിളിച്ചു പറയുന്നു, ഞാൻ ദൈവത്തിന് പ്രത്യേക സമ്പത്ത്, ഇസ്രായേൽ ജനം ദൈവത്തിന് പ്രത്യേക സമ്പത്ത്. അങ്ങനെയെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായ നാം ദൈവത്തിന് പ്രത്യേക സമ്പത്താണ്. സമ്പത്ത് ഹല്ലേലൂയ ഒരു മനുഷ്യന് ഉടമസ്ഥന് എപ്രകാരമാണ് സൂക്ഷിക്കുന്നത്, അങ്ങനെയെങ്കിൽ പ്രത്യേക സമ്പത്ത് അവൻ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കയ്യിൽ വിട്ടുകൊടുക്കുമോ? ഇല്ല. അവൻ എത്രത്തോളം കാത്തു സൂക്ഷിക്കാമോ അത്രത്തോളം പൊതിഞ്ഞു സൂക്ഷിക്കും. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ഒരു പക്ഷി ചുറ്റിപ്പറന്നു കാക്കുന്നത് പോലെ ഹല്ലേലൂയ തന്റെ ജനത്തെ ദൈവം കാക്കും. ഹല്ലേലൂയ പീഡകന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല, പിശാചിന്റെ കയ്യിൽ ദൈവം അമരുവാൻ സമ്മതിക്കത്തില്ല. ദൈവ മക്കളെ, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ പിശാചിന്റെ ബലങ്ങൾ തകർന്നു പോകും. പിശാച് ഒരുക്കുന്ന സകല ബന്ധനങ്ങള്, പിശാച് വച്ചിരിക്കുന്ന സകല ചങ്ങലകളുടെ അധികാരങ്ങളും കർത്താവ് തകർത്തു കളയും. നാം ദൈവത്തെ സ്തുതിച്ചാൽ മതി. പൗലോസും ശീലാസും ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ ആരാധിച്ചു. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പാടിയപ്പോൾ ഹല്ലേലൂയ ചങ്ങലകളൊക്കെ മാറി. ഹല്ലേലൂയ ഒരുവൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. നാം മുഖാന്തരം നമ്മുടെ വേദനകൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ നാം ഭാരപ്പെടേണ്ട. കർത്താവിന്റെ കട നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഭൗതികമായ ഒരുപാട് വിഷയങ്ങൾ കാണും, കുഞ്ഞുങ്ങളുടെ കാര്യം കാണും, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ ഇനി റിസൾട്ടിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ അത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും പല കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല. അതേപോലെ തന്നെ മാതാപിതാക്കൾ നോക്കിക്കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് ഉത്കണ്ഠകളുണ്ട് കുഞ്ഞുങ്ങളെ പറ്റി. അല്ലെങ്കിൽ എങ്ങനെ ഓരോ കാര്യങ്ങൾ മാനേജ് ചെയ്യും, എപ്രകാരം ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുമെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ ഉടയവൻ അറിയുന്നു, എന്നെയും നിങ്ങളെ നിർമ്മിച്ച കർത്താവ് അറിയുന്നു. നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. നമ്മെ പടച്ച കർത്താവ്, നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. ദൈവമക്കളെ, നാം നിലവിളിക്കുമ്പോഴൊക്കെയും നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. പ്രിയാന്റിമാരെ, ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവിന്റെ ബലം നമ്മുടെ അധികമായി ഉണ്ട്. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ അധികമായി ഉണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്മാരെ അഭിഷേകത്തിന്റെ ശക്തിയോടുകൂടെ നെഹമ്യാവ് പണിതതുപോലെ ആത്മാവിൽ ചില ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുവാൻ കർത്താവ് നിങ്ങൾ അധികാരപ്പെടുത്തിയിരിക്കുകയാ. അങ്ങനെ ഇടിഞ്ഞു കിടക്കുന്ന ചില ജീവിതങ്ങളെ ക്രിസ്തുവിന് വേണ്ടി ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തി കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പണിയുവാൻ കർത്താവ് ആക്കി വച്ചിരിക്കുകയാ. മറന്നു പോകല്ലേ. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, മോശയെ പറ്റി നാം നോക്കി. എന്താ മോശയുടെ പ്രത്യേകത? നെടുമ്പാട് വീണ് കഴിയുന്ന, കർത്താവിന്റെ നാമത്തെ മാത്രം സ്നേഹിക്കുന്ന, അപ്പൻ അറിയിച്ചില്ലെങ്കിൽ ഞാൻ മുമ്പോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു മോശ. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 33 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ ഇപ്രകാരം പറഞ്ഞ, അപ്പാ എനിക്ക് ഈ വഴി പോകാൻ അറിയത്തില്ല. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പണ്ടൊക്കെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ദൈവവുമായി ബന്ധമില്ലാത്ത സമയത്ത് അനേക സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരിക്കാം, യാത്രകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അനേക കാര്യങ്ങൾ സ്വന്തം ഇഷ്ടത്തിന്, നമ്മുടെ സ്വന്തത്താൽ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ ഉണ്ടല്ലോ ദൈവമക്കളെ, നമ്മൾ ഓരോ കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ച് ചെയ്യുമ്പോൾ അവിടുന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 25-12 പ്രകാരം പറഞ്ഞു, യഹോവ തിരഞ്ഞെടുത്ത പുരുഷനാ. ഹല്ലേലൂയ. യഹോവ ഭക്തനായ പുരുഷനാരാ? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കുന്ന ദൈവമാ. ഞാൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരുന്നത് എന്റെ കർത്താവാ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞാൻ BS നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി കടന്നു പോകുമ്പോൾ എനിക്ക് ഗവൺമെന്റ് സീറ്റാണ് കിട്ടിയത്, ഗവൺമെന്റ് അലോട്ട്മെന്റിലാണ് കിട്ടിയത്. അത് എന്റെ മിടുക്കും കൊണ്ട് കിട്ടിയതല്ല. ഹല്ലേലൂയ. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഹല്ലേലൂയ ദൈവം എനിക്ക് നേടുന്നതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഹല്ലേലൂയ എന്റെ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഇപ്രകാരം ഒരു ഗവൺമെന്റ് സീറ്റിൽ എന്റെ മുമ്പോട്ടുള്ള ഭാവിയിൽ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കർത്താവ് ഒരത്ഭുതമാക്കുവാൻ കർത്താവ് നിർണയിച്ചത് കൊണ്ടാ. 10th റിസൾട്ട് വന്നപ്പോ എനിക്ക് 78% മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നു, 78% മാത്രം. പക്ഷെ +1 ഉം +2 ഉം എന്റെ കർത്താവാണ് എന്നെ പഠിപ്പിച്ചത്. എനിക്ക് ഫുൾ മാർക്ക് ലഭിച്ചു
അനുഭവിച്ചത് എന്റെ മിടുക്കും കൊണ്ടല്ല. കർത്താവ് ഫുൾ മാർക്കോടെ എന്നെ +2 പാസ്സാക്കി. അത് എന്റെ മിടുക്കും കൊണ്ടോ എന്റെ കഴിവ് കൊണ്ടോ അല്ല. കർത്താവിനൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, ഞാൻ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുമെന്ന്. പ്രിയ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, ഇന്നിവിടെ കേൾക്കുന്ന ആർക്കെങ്കിലും ദൈവം കുഞ്ഞുങ്ങളെ, കർത്താവ് നിങ്ങൾക്ക് മക്കളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്കണ്ഠകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ ഒരു കാര്യം മാത്രം പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടുത്തിരുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ബുദ്ധിയെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ബുദ്ധിക്ക് വേണ്ടിയിട്ടല്ല നാം ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. അവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കണം. അവർ ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്നത് എനിക്ക് കാണണമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന. ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കർത്താവിന്റെ വചനത്തിനനുസരിച്ച് വളർത്തിയാൽ, ശിക്ഷിക്കേണ്ടുന്ന സമയത്ത് അവരെ ശിക്ഷിച്ച്, അല്ലെങ്കിൽ അവരെ എപ്രകാരമാക്കണമോ അങ്ങനെയൊക്കെ കർത്താവിന്റെ കൃപയിൽ നാം അവരെ വളർത്തിയാലുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. അവരുടെ ഭാവിയൊക്കെയും നമ്മുടെ മുമ്പിൽ നോക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ ഒന്നും കാണത്തില്ല. സാമ്പത്തികമായി അവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പഠിപ്പിക്കാൻ പൈസ കാണത്തില്ല. പക്ഷേ കർത്താവ് തക്ക സമയത്ത് ഏലിയാവിന് വേണ്ടി കാക്കി അയച്ചതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി അയക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഭാരപ്പെടേണ്ട. അത് ദൈവം നിയമിച്ച ദാനങ്ങളാ, കർത്താവ് തന്ന അവകാശമാ. ആ അവകാശം നമുക്കുള്ളതാ. അത് നമ്മിൽ നിന്ന് അന്യപ്പെട്ട് പോകത്തില്ല. പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന അപ്പന്മാരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നശിച്ചു പോകത്തില്ല. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം വായിച്ചു കേട്ടതുപോലെ ദൈവമക്കളെ, എന്താ കർത്താവ് നമ്മൾ കൂടി ആഗ്രഹിക്കുന്നത്? ഒരു മോശ കുഞ്ഞിനെ പറ്റി നോക്കുമ്പോ അതിന്റെ അമ്മയ്ക്ക് പോലും ഒരു കാര്യമില്ല. പക്ഷെ ദൈവത്തിന് അവനെ പറ്റി എന്ത് ചിന്തയാ! ഹല്ലേലൂയ. ദൈവവാഗ്ദത്തം ഉള്ളതിനെ പറ്റി കർത്താവിന് ചിന്തയുണ്ട്, കർത്താവിന് വിചാരമുണ്ട്. അവന്റെ ഭാവി ദൈവത്തിന്റെ കയ്യിലാ. അതുകൊണ്ടാ ദൈവവചനം ഇപ്രകാരം പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-ാം വാക്യം വിളിച്ചറിയിക്കുന്നു, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവമക്കളെ, നമ്മുടെ വിചാരങ്ങൾക്കപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് എത്ര പേർ ഇത് വിശ്വസിക്കുന്നു? ദൈവമക്കളെ, നമ്മുടെ വിചാരങ്ങൾക്കപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നഴ്സിംഗ് പഠിച്ച ഓരോ സെമസ്റ്ററിലും ഇപ്പോൾ ഹല്ലേലൂയ പഴയ സിലബസ് അല്ല, പുതിയ സിലബസ് ആണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നു. പണ്ട് 4 എക്സാംസ് മാത്രമുള്ളായിരുന്നു, പക്ഷെ ഇപ്പോൾ 8 എക്സാംസ് ഉണ്ട്. പക്ഷേ ആ 8 പരീക്ഷകൾക്കും കർത്താവിനെ ഉന്നതമായി വിജയം നൽകി വിജയിപ്പിച്ചു. അതെന്റെ മിടുക്കും കൊണ്ടല്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമോ ഹല്ലേലൂയ, കർത്താവ് ദാവീദ് ചെന്ന ഇടങ്ങളിലൊക്കെ ദാവീദിന് ദൈവം ജയം കൊടുത്തു. അതേപോലെ തന്നെ ദൈവമക്കളെ, യേശു കർത്താവിന്റെ നാമത്തിൽ നമുക്ക് വിജയമുണ്ട്. ഈ ലോകത്തെ ജയിച്ച ദൈവം, ജയാളിയായി തീർന്ന ദൈവം, പിശാച് നമ്മളെ നോക്കി നിന്ദിക്കും, നീ പ്രാർത്ഥിക്കുന്നതല്ലേ, നിനക്കെന്താ കിട്ടാത്തെ? അങ്ങനെയല്ല. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ഒരു ശേഷിപ്പ് മാറ്റി വച്ചിരിക്കും. എപ്പോഴും അവന് വേണ്ടി ഒരു സീറ്റ് ദൈവം ഒഴിപ്പിച്ച് വച്ചിരിക്കും. പ്രാർത്ഥിക്കുന്നവന്റെ തല കുനിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ഇപ്രകാരം പറയുവാൻ കഴിയുമോ? ഞാൻ ഒരു അത്ഭുതമാണ്, ഞാൻ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുകയാണ്, എന്റെ ബലം ഹല്ലേലൂയ ബലവാനായ ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങണം. കർത്താവിന്റെ കൃപയിൽ നമുക്ക് വർദ്ധിച്ചു വരണം. ദൈവത്തിന് വേണ്ടി നാം നിൽക്കണം. അമിതമായി ക്രിസ്തുവിന് വേണ്ടി ഓടുവാൻ ഹല്ലേലൂയ നാം എപ്പോഴും ശക്തി പ്രാപിച്ചുകൊണ്ട്, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇപ്രകാരം ഒരു മീറ്റിംഗ് അടിയിൽ നൽകി തരുവാൻ കർത്താവിന്റെ കൃപ ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനോട് കർത്താവ് സംസാരിച്ച എന്നെ ഈ മീറ്റിംഗിലേക്ക് കർത്താവിന്റെ ദാസൻ ക്ഷണിച്ചപ്പോൾ കർത്താവിന്റെ കൃപയൊന്ന് മാത്രമാ. ഹല്ലേലൂയ. മറ്റൊരു കാര്യവുമില്ല ദൈവമക്കളെ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ, അതേപോലെ ഈ മീറ്റിംഗിൽ ഇത്രയും നേരം പാർട്ടിസിപ്പൻസ് ആയിട്ടിരുന്ന ദൈവ മക്കൾ എല്ലാവരും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപയിൽ നമുക്ക് വർദ്ധിച്ചു വരാം. മാറനാഥ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.